ഹായ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു മോദകത്തിൻ്റെ വിശേഷമാണ് കേട്ടോ. എന്തുണ്ടാക്കി കൊടുത്താലും എനിക്ക് വേണ്ട, വേണമെങ്കിൽ നീയും ഉണ്ടാക്കി കഴിച്ചോ, നീ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും പറയണ ഹസ്ബൻഡ് നിങ്ങൾക്കുണ്ടോ? പക്ഷേ എനിക്കുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡാണ്. ഞാൻ എന്ത് ചോദിച്ചാലും എനിക്കൊന്നും വേണ്ട വേണ്ട എന്ന് പറയണ ഒരു ടൈപ്പ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലതും വേണം തിന്നാൻ കൊതി തോന്നിയ ആശ ഇങ്ങോട്ട് പറയും, എനിക്കത് ഉണ്ടാക്കി തരുമോ, കുറേ നാളായി തിന്നിട്ട് ഒത്തിരി ഒന്നും ഉണ്ടാക്കി തരുമോയെന്നും ചോദിച്ചും കൊണ്ട്. അതങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ് കേട്ടോ മോദകം. ഞാൻ കുറേ നാളായി മോദകം കഴിച്ചിട്ട് ഒത്തിരി ഉണ്ടാക്കി തരുമോ, നിനക്ക് ഉണ്ടാക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചു. പിന്നെ ചോദിച്ചാൽ പിന്നെ നമ്മൾ മുന്നും നോക്കാൻ പാടില്ലല്ലോ, അങ്ങോട്ട് ഇറങ്ങുക. അങ്കത്തട്ടിലോട്ട് ഇറങ്ങി മോദകം നല്ല എണ്ണയിലിട്ട് നല്ല മൊരിച്ച് നല്ല കിരികിരായിരിക്കണം നല്ല അടിപൊളി മോദകമൊക്കെ ഉണ്ടാക്കി കൊടുത്തേ. നമ്മൾ ഈ മോദകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ സമയത്ത് കഥാനായകൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാനായിട്ട്. അങ്ങനെ നല്ല ചൂട് മോദകവും നല്ല ചൂട് ചായയും കൂടി ആയിട്ട് കഥാനായകനോട് കൊടുത്തു. അപ്പോൾ ആശാന് നല്ലപോലെ ഇഷ്ടപ്പെട്ടേട്ടാ. തിന്നുകൊണ്ടേ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംതൃപ്തിയല്ലേ. അപ്പോൾ കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ സാധാ കഴിക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണം കൂടുതലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തോ ആട്ടെന്ന് കരുതി ബാക്കി ഞാൻ കഴിക്കില്ല, ഞാൻ കൂടുതൽ കഴിച്ചാൽ പണിയാണ്. അങ്ങനെ എന്ത് ചെയ്ത് അതിനെ കുറച്ച് കടയിലെ ഷോപ്പിലെ കുറച്ച് ആൾക്കാർക്കും കൂടി ആയിട്ട് അതിനെ പാഴ്സൽ ചെയ്ത് കൊടുത്തു. മോളും കൂടെ ഇക്കാരോടെ പോകും കേട്ടോ എന്നും ചായ കുടിക്കാൻ വരുന്ന ടൈമിന്. അപ്പോൾ ഇളയാൾ ബേക്കിൽ നിന്ന് വാപ്പിയുടെ അടുത്ത് മുത്തം വാങ്ങിക്കാൻ വേണ്ടി പോണ പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെ ഇന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ വന്ന ടൈമിൽ നല്ല മസ്റയിൽ നിന്ന് നല്ല ചെറുനാരങ്ങ കിട്ടി. പക്ഷേ എന്തോ ഒരു മണം! ആ നാരങ്ങയ്ക്ക് നമ്മളെ നാട്ടിൽ പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ മണം.